എന്തിനാണ് ഗിറ്റബ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഗിറ്റബിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ആലോചിക്കണം. ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗിറ്റബിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുമാണ്. ഈ ഗിറ്റബിൻ്റെ മെയിൻ ഉപയോഗം നമ്മുടെ സോഴ്സ് കോഡിൻ്റെ വേർഷൻ കൺട്രോൾ, അതേപോലെ കൊളാബറേഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇത് നോക്കുന്നത്. അപ്പോൾ ഈ ഗിറ്റബ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മളെ സോഴ്സ് കോഡ് അവർ കീപ്പ് ചെയ്യും, അതേപോലെ നമ്മളെ വേർഷൻ കൺട്രോൾ, നമ്മളെ ഈ സോഫ്റ്റ്വെയറിലെ ഓരോ ചേഞ്ചസിലെ ഓരോ അപ്ഡേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയറിലെ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തു വെച്ചു, ഒരു പഴയ കോഡ് നല്ലതായിരുന്നു, അതിന് ശേഷം ചെയ്ത കോഡ് മോശമായി എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് നമുക്കൊരു റിവേർട്ട് വരണമെന്നുണ്ടെങ്കിലും, ഒരു സോഫ്റ്റ്വെയറിൻ്റെ പഴയ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, 2-3 പേര് ഒന്നിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തേക്കാണെങ്കിൽ അതൊക്കെ കോഡിൻ്റെ കൊളാബറേഷൻസ്, അല്ലെങ്കിൽ അതിന് PR അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേർഷൻ കൺട്രോൾ നല്ലൊരു സിസ്റ്റം ഉപയോഗിക്കുക. അതിനിപ്പോൾ വെബ് ബേസ്ഡ് ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത ഏറ്റവും നല്ലൊരു സാധനം കണ്ടത് ഈ ഗിറ്റബാണ്.